പൂനെയിൽ ട്രെയിനിൽ തീപിടുത്തം. ഡൗൺ പൂനെ ഡെമുവിലെ ശുചിമുറിയിലാണ് തീ പടർന്നത്. ആളപായമില്ല. ബീഡി വലിച്ച ശേഷം ശുചിമുറിയിലെ ചവറ്റുകുട്ടയിലിട്ടതാണ് തീപിടുത്തത്തിന് കാരണമായത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, വലിയൊരു അപകടം ഈ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ അശ്രദ്ധമായി അലക്ഷ്യമായി ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണല്ലേ? തീർച്ചയായും എത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയാലും ആളുകൾ ഇത്തരം അബദ്ധം എത്ര ആളുകളുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത് എന്നതാണ് പറയേണ്ടി വരിക. ഇപ്പോൾ ദൗണ്ടിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന ഒരു ഡെമു ട്രെയിൻ രാവിലെ 8 മണിയോടെയാണ് അതിൻ്റെ ശുചിമുറിയിൽ നിന്ന് തീ പടരുന്നത്. ആ ശുചിമുറിയിൽ നിന്ന് ഒരാൾ ഉറക്കെ കരയുന്നത് കേട്ടാണ് സഹയാത്രക്കാർ അവിടേക്ക് ചെല്ലുന്നത്. വാതിൽ അകത്ത് നിന്ന് തുറക്കാൻ കഴിയാത്ത വിധം അത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ചവിട്ടി തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്ന 55-കാരനെ പുറത്തേക്ക് രക്ഷിച്ചെടുത്തു. ഈ 55-കാരൻ തന്നെയാണ് സിഗരറ്റ് വലിക്കുകയും ഒരു ബീഡി വലിക്കുകയും പിന്നീട് അതിൻ്റെ ബാക്കി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം കൂടി ചേർന്ന് കത്തി പിന്നീട് അത് വലിയ തീപിടുത്തമായി മാറുകയും ചെയ്തത്. ഈ ശുചിമുറിക്ക് പുറത്തേക്ക് കൂടി തീ പടർന്നു പിന്നാലെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മധ്യപ്രദേശിൽ നിന്ന് എത്തിയ ഒരാളാണ് ഈ വിധം ഒരു കുറ്റകൃത്യം ശുചിമുറിയിൽ പോയി ഈ രീതിയിൽ ബീഡി വലിക്കുകയും അതൊരു തീപിടുത്തത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഈ 55-കാരനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനുജ, ശരി, ഇപ്പോൾ ഈ തീപിടുത്തം എന്നുള്ളത് അത് കൂടുതൽ പടരുകയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? തീ നിയന്ത്രണ വിധേയമാക്കിയോ ശ്രീനാഥ്? ഈ ട്രെയിൻ യവാൽ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ്, പൂനെയിലെ യവാൽ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നാലെ ട്രെയിൻ അവിടെ നിർത്തുകയും ഫയർഫോഴ്സ് അടക്കം, അതായത് തീ അണയ്ക്കാനുള്ള പെട്ടെന്ന് ലഭ്യമാകുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചു. പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല. ഈ ശുചിമുറിയും അതിന് തൊട്ടടുത്ത ഭാഗങ്ങളും ആ ശുചിമുറി ഉള്ള കമ്പാർട്ട്മെൻറ്റിലെ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് കൂടിയാണ് തീ പടർന്നിട്ടുള്ളത്. അത് ഏതായാലും ഇപ്പോൾ പൂർണ്ണമായി തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുജ, ശരി, പൂനെയിലാണ് ട്രെയിനിൽ തീപിടുത്തമുണ്ടായത്. പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് ഇത് പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ദൗണ്ട് പൂനെ ഡെമുവിലെ ശുചിമുറിയിൽ തീപിടുത്തമുണ്ടായി. ബീഡി വലിച്ച ശേഷം ശുചിമുറിയിലെ ചവറ്റുകുട്ടയിൽ അത് ഇട്ടു എന്നുള്ളതാണ്. അലക്ഷ്യമായി തന്നെ അത് കൈകാര്യം ചെയ്തു. അയാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മധ്യപ്രദേശ് സ്വദേശിയാണ്. 55 വയസ്സുള്ള ഒരാൾ പോലീസ് പിടിയിലാണ്.